വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേരുടെ സംശയങ്ങൾ കുറച്ചെങ്കിലും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ബിഗ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ പക്ഷികൾ എന്തൊക്കെയോ പ്രാണികൾ പാറി കളിക്കുന്നുണ്ട്. സോ ഒരുപാട് സംസാരിച്ച് വഷളാക്കിയേക്കാണ്ട് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ബെൽ ബട്ടൺ വരുമ്പോഴേക്കും 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് മോഡം കണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അബൌട്ട് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് 1 അല്ല 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ 7 ഡേയ്സിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് അടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങളും ക്വരീസും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു വർഷമായിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഗുഡ് ആൻഡ് ബാഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഇതേ സംശയങ്ങളിലൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയം എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു വർഷം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം ഗുഡ് ആൻഡ് എത്ര ശതമാനം ബാഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 95% എനിക്ക് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു 5% എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമല്ല, എൻ്റെ അശ്രദ്ധക്കുറവ് കാരണം ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും എനിക്ക് നേരിട്ടിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി ഇവിടെ 2-3 പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ തപ്പിപ്പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം വിട്ടുപോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പ് മാറ്റി. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പീരിയഡിൻ്റെ സമയത്ത് നമ്മൾ പാഡ് യൂസ് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ക്ലോത്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടാമ്പൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു രീതിയാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മെൻസ്ട്രൽ കപ്പ്. കാരണം ഇപ്പോൾ ഒരു മാസം നമുക്കൊരു പാഡ് മേടിക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഓവർഫ്ലോക്കുള്ള ആൾക്കാരെങ്കിൽ നമുക്ക് പാഡ് മേടിക്കണമെങ്കിൽ ഒരുപാട് കാശിൻ്റെ ആവശ്യം വരും. നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അത് എവറി മന്ത് നമ്മൾ അതിന് വേണ്ടി പീരിയഡിൻ്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ പാഡ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമേ വരുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും ഒരു 6 ഇയേഴ്സിൻ്റെ അടുത്തെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിന് പ്രൈസ് ഉണ്ട്. മേ ബി ഒരു 400 to 500 റേഞ്ചിലുണ്ട്. അതിനേക്കാളും അപ്പായിട്ടുള്ള പ്രൈസും ഉണ്ട്. പക്ഷേ ഒരു 400 to 500 റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊഡക്ട്സ് വളരെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് ഒരു 500 റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. വാങ്ങിക്കാൻ എനിക്ക് ഞാൻ വേണോ വേണ്ടെന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ഓൾ എൻ്റെ മനസ്സ് വാങ്ങിക്കാം, നമുക്ക് ട്രൈ ചെയ്യാം എന്ന രീതിയിൽ വന്നെത്തി. ശരിക്കും ഇത് സക്സസ് ആവുമെന്ന് കരുതി മേടിച്ചതേ അല്ലായിരുന്നു. ഓക്കെ, നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് കരുതി തന്നെ മേടിച്ചതാണ്. പക്ഷേ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ക്ലിക്കായി. അടുത്ത കാര്യം, ദിസ് ഇസ് ഒരു സ്പോൺസർഷിപ്പ് വീഡിയോ. ഇത് സ്പോൺസർഷിപ്പ് വീഡിയോയേ അല്ല. ഇനി ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള വേറെ റീസൺ എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി ഞാൻ വാങ്ങിക്കണം എന്ന് കരുതിയ സമയത്ത് ഓൾമോസ്റ്റ് ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല റിവ്യൂ ചെയ്ത കാരണം തന്നെയാണ് ഞാനും മേടിച്ചത്. അങ്ങനെയാണ് എനിക്കും മേടിക്കാനുള്ള ഒരു തോട്ട് എൻ്റെ ഉള്ളിലും വന്നത്. ഓക്കെ, നമുക്കും എന്തുകൊണ്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഒക്കെ അതൊരു മേ ബി ഒരു ഹെൽപ്പ് ആയെങ്കിലോ എന്ന് ഞാനും കരുതി. ഇനി എൻ്റെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഹ്യൂജ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനെന്ന് പറയുന്നൊരു പേഴ്സൺ, എനിക്ക് എൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആദ്യത്തെ 2-3 ദിവസം അത്യാവശ്യം എനിക്ക് ഫ്ലോ ഉണ്ടാകുന്നൊരു പേഴ്സണാണ്. എൻ്റെ ഒരിക്കലും റെഗുലർ പീരീഡ്സ് ആയിരിക്കാറില്ല, മിക്കപ്പോഴും ഇറഗുലർ ആയിരിക്കും. എന്നാലും ഇറഗുലർ ആണെങ്കിൽ കൂടെ എനിക്ക് നല്ല ഫ്ലോ ഉണ്ടാവുമായിരുന്നു. ഒരു 2 to 3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 4 ഡേയ്സ്, മാക്സിമം 5 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് കംപ്ലീറ്റ് കവറാവും. എന്തായാലും ഒരു 4 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് കംപ്ലീറ്റ് കവറാവും. പക്ഷേ ഈ ഒരു 4 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് എന്ന് പറയുന്നത് എന്നെ അപേക്ഷിച്ച് ഇതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും. ഈവൻ പെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഫ്ലോ ആയിക്കോട്ടെ, എൻ്റെ എക്സ്ട്രീം ആയിരിക്കും അത്. അപ്പോൾ ഒരു പാഡൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു 2 മണിക്കൂറിലൊക്കെ എനിക്കത് ലീക്കാവുമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ പോയി വരുന്ന സമയത്താണെങ്കിൽ മിക്കപ്പോഴും എൻ്റെ ഡ്രസ്സിലൊക്കെ ആവുമായിരുന്നു. ഫ്രണ്ട്സൊക്കെ പറയുന്നു പുറകിലെ ഡ്രസ്സിലൊക്കെ ബ്ലീഡിങ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും ഹെവി ഫ്ലോ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു സമയത്താണെങ്കിൽ ഞങ്ങൾ തീരാറായ സമയത്തായിരുന്നു അവിടെ മെൻസ്ട്രൽ പാഡൊക്കെ നമുക്ക്
നശിപ്പിക്കാനുള്ള ആ ഒരു സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാണ്ഡക്കെട്ട് കെട്ടിപ്പോകണം. അതായത് ഒരു തുണി വെച്ച് അതിൻ്റെ മേലെ പാഡ് വെച്ച് ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് വേണം പോകാൻ. അതും എഴുന്നേൽക്കുമ്പോൾ നോക്കണം, ഇരിക്കുമ്പോൾ നോക്കണം. തുമ്മാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല. ബസ്സിൽ പോകുമ്പോൾ പേടിയാണ്, ബസ്സിൽ നിന്ന് എണീക്കുമ്പോൾ ടെൻഷനാണ്, കംപ്ലീറ്റ് ടെൻഷനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ തോന്നി, ഓക്കെ, എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ടാമ്പൻസ് ട്രൈ ചെയ്തത്. ടാമ്പൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ടാമ്പൻസ് ട്രൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അത് കംഫർട്ടബിൾ, നമ്മൾ ഒരു ഓവർ കംഫർട്ടബിൾ ഒന്നും അല്ല, ഒരു ആവറേജ് കംഫർട്ടബിളാണ്. പക്ഷേ നമ്മളിപ്പോൾ അതും വെച്ചിട്ട് ബാത്റൂമിലൊക്കെ പോവുകയാണെങ്കിൽ അത് താഴോട്ടേക്ക് വീണു പോകും, അതവിടെ സ്റ്റിക്കായി നിൽക്കത്തില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരുപാട് തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ടാമ്പൻസും ഒബ്വിയസ്ലി നമ്മൾ പാഡ് പോലെ തന്നെയാണ്. പുറമേ കംപ്ലീറ്റ് ഒരു ഔട്ടർ കവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ആയിരിക്കും. ഉള്ളിൽ മാത്രമാണ് അതിൻ്റെ എന്താ പറയുക ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിൽ ഇരിക്കുകയാണ്, അപ്പം നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് മെൻസ്ട്രുവൽ കപ്പ് ട്രൈ ചെയ്തത്. മെൻസ്ട്രുവൽ കപ്പ് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ആദ്യം ഞാൻ വളരെയധികം ഒരുപാട് റിസർച്ച് ചെയ്തു. മെൻസ്ട്രുവൽ കപ്പ് നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ നമുക്ക് ഓൺലൈനിൽ കിട്ടാനുണ്ട്. ഒരുപാട് റിവ്യൂ എന്താ പറയുക, ഒരുപാട് റിവ്യൂസ് ഞാൻ മാറി മറിഞ്ഞ് ചിന്തിച്ച് തുടങ്ങി. കണ്ടു തുടങ്ങിയപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. ഒരാൾക്ക് ഒരു രീതിയിൽ കംഫർട്ടബിൾ ആണെങ്കിൽ വേറൊരാൾക്ക് വേറെ രീതിയിലായിരുന്നു കംഫർട്ടബിൾ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു അതിൻ്റെ കംഫർട്ടബിൾസും ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവർക്കും ഡിഫറെൻറ്റ് അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. ചില ആൾക്കാർക്ക് ലീക്കേജ് ആവുന്നുണ്ട്, ചില ആൾക്കാർക്ക് അതാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ അവിടെ എവിടെയും കേൾക്കാണ്ട് നമ്മുടെ സ്വന്തം ഓൺ എക്സ്പീരിയൻസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി തന്നെയാണ് മേടിച്ചത്. അങ്ങനെ മേടിച്ചു, യൂസ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് യൂസിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നൊരു പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് പേടിയായിരുന്നു. ഇത് താഴോട്ടേക്ക് വീണ് പോവോ, ഇപ്പോൾ മൂത്രം ഒഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും താഴോട്ട് വീണ് പോവോ, അവിടെ സ്റ്റിക്കായി നിൽക്കുമോ, ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ കുറച്ച് നാൾ. ഭയങ്കര ടെൻഷനായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടെൻഷനായിരുന്നു. തൊട്ട് നോക്കും, ബിക്കോസ് അത് അവിടെ തന്നെ ഉണ്ടോ. കാരണം ക്ലോസറ്റിലൊന്നും വീണാൽ പിന്നെ നമുക്ക് എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഹൈജീൻ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അതിനെ ആദ്യം ആ ഒരു ലെവലൊന്ന് കംഫർട്ടബിൾ ആക്കി. പിന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ബിക്കോസ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സാധനം അവിടെ ഉണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ പീരിയഡ്സ് ആവുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഈ സെയിം ഫീലിംഗ് ആ സമയത്ത് ഉണ്ടാവും. ഈവൻ നമ്മളൊരു ക്ലോത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാഡ് വെക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സാധനം നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് ഏരിയയിലേക്ക് നമ്മൾ വെക്കുകയാണ്, ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വെക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ തോട്ടം മുഴുവൻ അവിടെ ആയിരിക്കും. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലായിടത്തും ആയിരിക്കും നമ്മുടെ ചിന്ത. അതേപോലെ തന്നെയാണ് എനിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അതായത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു കപ്പിൻ്റെ ഒരു പുറകു വശം നീർന്നിട്ടാണല്ലോ. അപ്പോൾ അത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പുറത്തേക്ക് വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നേരിട്ട് ഞാൻ അനുഭവിച്ച ഓരോ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് ഏത് ലെവലിൽ ഞാൻ ഇൻസേർട്ട് ചെയ്യണം, സി ടൈപ്പ് ഇൻസേർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സാധാരണ കോൺ ടൈപ്പ് ഇൻസേർട്ട് ചെയ്യണോ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംശയം. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കോൺ ടൈപ്പാണ്. പക്ഷേ ഞാൻ സി ടൈപ്പിൽ വെച്ച് പരീക്ഷിച്ച് നോക്കി. പക്ഷേ എനിക്കതൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു എന്ന് മാത്രമല്ല, അതെനിക്ക് ലീക്കേജും കൂടി ഉണ്ടാക്കി. കാരണം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടിനനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലീക്കേജ് ഉണ്ടായ എന്താ കാര്യം, ഒരു കാര്യമില്ല. നമ്മുടെ ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ മെൻസ്ട്രുവേഷൻ്റെ ആ ഒരു ലെവലേ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആ ഒരു ഏരിയ എന്താ പറയുക ലീക്കേജ് ആയിട്ട് പോയി. ഒരു തവണ ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതോടെ ഞാൻ ആ ഭാഗം വിട്ടു. അതിനുശേഷം ഞാൻ പിന്നെ കോൺടാക്ട് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരമായിട്ട് നമ്മുടെ എന്താ പറയുക പുതുമണവാട്ടിനെ കാണിച്ചു തന്നിട്ടില്ല. ഒബ്വിയസ്ലി നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് ഉണ്ടാകുന്നത് ഇതുപോലത്തെ ഒരു പൗച്ചിലായിരിക്കും. എല്ലാവരുടെ വാങ്ങിക്കുന്ന യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കയ്യിൽ തന്നെയായിരിക്കും. ഇതാണ് നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്ന സാധനം. കടലേ, ഇതാണ് സാധനം. ഞാൻ വീഡിയോസിൽ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും സെയിം സാധനം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഇതിൻ്റെ അളവ് മേടിക്കുക. അപ്പോൾ ഇതെൻ്റെത് വന്നിട്ട് മീഡിയം സൈസിലുള്ളതാണ് ഞാൻ മേടിച്ചത്. മീഡിയമാണ് സൈസ്. അപ്പോൾ എനിക്കത് സൈസ് എങ്ങനെ മേടിക്കണമെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്രസവിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖപ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ വജൈന വണ്ണ വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ലാർജ് വേണ്ടി വരും. കാരണം ഇത് നമ്മൾ ഈ കോണായിട്ട് മടക്കി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വെജൈന എന്ന് കരുതി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ തുറന്ന് നിൽക്കണം. സോ ഇങ്ങനെ വലിച്ച് താഴോട്ടേക്ക് വരാൻ പാടില്ല. ഇത് ആ ടൈറ്റിൽ അവിടെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സൈസ് കറക്റ്റായിട്ട് നമ്മളൊന്ന് എന്താ പറയുക നോക്കിയിട്ടൊക്കെ വേണം മേടിക്കാനായിട്ട്.
നിങ്ങൾക്ക് പറയാൻ അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞു, ലീക്കേജിൻ്റെ പ്രശ്നമാണ്. അതെനിക്ക് 1-2 തവണയേ ഉണ്ടായിട്ടുള്ളൂ, ഒരുപാട് ടൈമൊന്നും ഉണ്ടായിട്ടില്ല, ഒരുപാട് തവണ ഉണ്ടായിട്ടില്ല. കാരണം ചില സമയത്ത് എനിക്ക് സ്പീഡിൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ ടൈപ്പിൽ വെച്ചിട്ട് പോകുന്ന സമയത്താണ് എനിക്ക് മെയിൻലി ലീക്കേജ് ഉണ്ടായിട്ടുള്ളത്. അതല്ലാണ്ട് ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു സമയത്തും എനിക്ക് ലീക്കേജിൻ്റെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. മാക്സിമം എൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എനിക്കിത് ഈ ഒരു ഏരിയ വരെ എനിക്ക് ഫ്ലോ ഉണ്ടാവാറുണ്ട് മാക്സിമം, അതിലപ്പുറത്തേക്ക് എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഒരു ആളുടെ മെയിൻ ഫ്ലോ എന്ന് പറയുന്നത് മെയിനായിട്ട് അത്ര തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് അത്യാവശ്യം ഓവർഫ്ലോ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ഉണ്ടാവുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര തന്നെ ആയിരിക്കും ഉണ്ടാവുക. മെയിൻ ചില ആൾക്കാർക്ക് അതിലും കൂടുതൽ ഉണ്ടായിരിക്കാം. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ട് ട്രാവലൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്നില്ല. ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ 2 വീലറിലൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ മെയിനായിട്ട് പോയത് ഇത് യൂസ് ചെയ്തിട്ട് താഴെ വണ്ടി പോകുന്നുണ്ട്, വെരി സോറി. സോ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്തത് ബസ്സിലൊക്കെ കയറുമ്പോഴാണ്. കാരണം മോസ്റ്റ് ഓഫ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രാവലർ എന്ന് പറയുന്നത് ബസ്സാണ്. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഒരുപാട് തവണയൊന്നും ഇല്ല നമുക്ക്. അതിന് ശേഷം അധികം അങ്ങോട്ട് ബസ്സിലേക്കൊന്നും പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം കോവിഡ് സിറ്റുവേഷൻ ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസത്തിന് മേലെയായി. ഇപ്പോൾ ഒരു 3-4 മാസമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ഇഷ്യൂ ലൈക്ക് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി 2 വീലറിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലുണ്ട്. ചേച്ചി ഇന്നാൾ ഞാൻ ടൗണിൽ പോകുന്ന സമയത്ത് എനിക്ക് പീരിയഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആളിനോട് ചോദിച്ചു താഴത്തേക്ക് വരുമോ ചോദിച്ചു. ഞാൻ അങ്ങനത്തെ സംഭവമില്ല. അപ്പോൾ അവൾ പറഞ്ഞു അതായത് ആൾക്ക് ഇതുപോലെ ഓവർഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കൊരു താഴോട്ടേക്ക് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം ഇത് നിറഞ്ഞിട്ടിരിക്കുമ്പോൾ താഴോട്ടേക്ക് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടെൻഡൻസിയും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെയുള്ള ഒരു മെയിനായിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇത് ഹേർട്ട് ചെയ്യും, നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഹേർട്ട് ആവും എന്നുള്ള രീതിയിൽ. ഇത് ഹേർട്ട് ആവത്തില്ല. കാരണം ഇത് വന്നിട്ടൊരു സിലിക്കൺ മെറ്റീരിയലാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. സോ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ഇത് ആ ലെവലിൽ ഇൻസേർട്ട് നമുക്ക് പെയിൻ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഹേർട്ട് ആവേണ്ട യാതൊരുവിധ പ്രോസസ്സും അവിടെ നടന്നിട്ടില്ല. ലൈക്ക് നമ്മളിത് ഊരിയിട്ടാണ് ലൈക്ക് എന്താ പറയുക മടക്കിയിട്ടാണ് നമ്മൾ അകത്തേക്ക് വയ്ക്കുന്നത്. ഇനി നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു പൊസിഷനിൽ നമ്മളിതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഇതിങ്ങോട്ടേക്ക് വരും. ഓൾവേസ് നമുക്ക് അവിടെ ഒരു വെറ്റ് ഏരിയ ആയത് കാരണം അത് പെട്ടെന്ന് താഴോട്ടേക്ക് ഒരു ലൂബ്രിക്കൻ്റ് പോലെ പ്രവർത്തിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് വരും. അതുകൊണ്ട് നമുക്കിത് വെറ്റായിട്ട് അല്ലെങ്കിൽ നമുക്കിത് ഹേർട്ട് ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള പ്രോസസ്സും അവിടെ നടക്കുന്നേ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. ചേച്ചി പേടിയാണോ യൂസ് ചെയ്യാൻ പേടിയാണോ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒട്ടും ഹേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സേ അല്ല, ഒരിക്കലും ഹേർട്ടാവില്ല. മേ ബി ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില ആൾക്കാർക്ക് തൊട്ടാൽ വേദന എടുക്കുന്ന ഭാഗമൊക്കെ ഉണ്ട്, മീൻസ് സ്ഥലമൊക്കെ ആയിരിക്കും. അപ്പോൾ ഫോർ മീ ഇത് ഹേർട്ടായിട്ടേ ഇല്ല, ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഒരു വെർജിൻ ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ഐ എം എ വെർജിൻ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയായിരിക്കും. ഐ എം സ്റ്റിൽ എ വെർജിൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്നത്തെ കാലത്ത് ഹൈമനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും ഹൈമന് ഭയങ്കര ഒരു ഓവർ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ ഡെയിലി ശരീരം അനങ്ങി കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഡാൻസ് കളിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്പോർട്സിൽ കുറച്ചധികം എന്താ പറയുക താല്പര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഹൈമൻ ഉണ്ടാവും എന്താ ഉറപ്പ്. ഒരിക്കലും അങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഹൈമൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര കാര്യമൊന്നുമല്ല. ഹൈമൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, ഒരുപാട് പേർക്ക് ഹൈമൻ ബ്രേക്ക് ആവുന്ന പേടിയാണ്. ഇന്നത്തെ കാലത്ത് ഹൈമൻ ബ്രേക്ക് ആവുന്നതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഫോർ മീ എനിക്കത് തോന്നുന്നില്ല. കാരണം പിന്നെ ഇത് വെക്കുന്ന കാരണം ഹൈമൻ ഒന്നും ബ്രേക്ക് ആകത്തില്ല. അത് എത്ര ഡീപ്പായിട്ട് പോകുന്ന ഒരു സാധനം, നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കണ്ടാലറിയാം. ഇത് പോകുന്നതിനൊരു പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കിടക്കത്തില്ല. നമ്മുടെ ഹൈമൻ എവിടെയോ ഇരിക്കുകയാണ്, ഇത് എവിടെയോ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈമൻ ബ്രേക്ക് ആവുന്നുള്ള പേടി വേണ്ട. പിന്നെ ഹൈമൻ നിങ്ങൾക്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നതിനുള്ള ആ ടെൻഷൻ ദയവ് ചെയ്ത് മാറ്റുക കേട്ടോ. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹൈമൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹൈമൻ ബ്രേക്ക് ആവുന്നതിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് മാത്രമാണ് ഹൈമൻ്റെ ആ ഒരു ബ്രേക്കിംഗ് അവകാശം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവരുതെന്നല്ല, പക്ഷെ അത് അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെയുള്ള മെയിൻ ക്വയറീസ് എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ വെർജിൻ ഗേൾസിന് യൂസ് ചെയ്യാമോ എന്നുള്ളത് ഒബ്വിയസ്ലി യൂസ് ചെയ്യാം. ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഹൈമൻ എന്നൊരു കൺസെപ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഇതുവരെ ഒരു പേഴ്സണായിട്ട് സെക്സ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാം ഐ ആം എ വെർജിൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വെർജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി കല്യാണം കഴിയാത്ത കുട്ടികൾ എന്നുള്ള രീതിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മെൻസ്ട്രൽ കപ്പ് ഇനി ഞാൻ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ ടൈമിൽ ഏറ്റവും കംഫർട്ടബിൾ ഫോർ മീ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. വേറെ ഒന്നിനും ഞാൻ പ്രിഫറൻസ് കൊടുക്കത്തില്ല. കാരണം മെൻസ്ട്രൽ കപ്പ് തരുന്ന ആ ഒരു കംഫർട്ടബിൾ നമുക്ക് വേറെ ഒന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് തരുന്ന ആ ഒരു രീതി ഞാൻ മാറ്റാനേ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെൻസ്ട്രൽ കപ്പ്. ഞാൻ എങ്ങനെയായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇയേഴ്സ് എത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ 1 year എക്സ്പീരിയൻസും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ക്വയറീസും ഒക്കെ ഞാൻ അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓർമ്മ കൂടെ വരുത്തിയേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.